നമ്മുടെ വൾണറബിൾ പേഷ്യൻസിനെ അല്ലെ ഹൈ റിസ്ക് പേഷ്യൻസിനെ നമ്മുടെ ഹോസ്പിറ്റലിൽ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ പേഷ്യൻസിൻ്റെ ഒരു റിസ്ക് ഓഫ് ഫാൾ മാനേജ് ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മൾ മോഴ്സ് ഫാൾ സ്കെയിലായിരിക്കാം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. അതർവൈസ് നമ്മൾ TUG ഉപയോഗിക്കുന്നുണ്ടാവാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കെയിലിംഗ് സംവിധാനങ്ങളുണ്ട് നമുക്ക് റിസ്ക് ഓഫ് ഫാൾ അസസ് ചെയ്യാനായിട്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ അത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു അസസ്മെൻറ്റ് ഓഫ് റിസ്ക് ഓഫ് ഫാൾ പ്രോഗ്രാം ഉണ്ടാവണം. നമുക്ക് ഈ ഒരു ഹൈ റിസ്ക് പേഷ്യൻസിനെ എങ്ങനെയാണ് ഇത് മോണിറ്റർ ചെയ്യേണ്ടത്, റീഅസസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു റിട്ടൺ ഗൈഡൻസ് ഉണ്ടാകണം. COP16B ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. സോ അതിൽ നമ്മൾ പറയുന്നത് ദ ഓർഗനൈസേഷൻ ഐഡൻറ്റിഫൈസ് ആൻഡ് മാനേജസ് പേഷ്യൻറ്റ് ഹൂ ആർ അറ്റ് റിസ്ക് ഓഫ് ഫാൾ. അതിൽ നമുക്ക് ഒരു യൂണിവേഴ്സൽ ഫാൾ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞ ഒരു ഗൈഡ് ഉണ്ട്. അതിനെക്കുറിച്ച് വിശദമായി ഡിസ്കസ് ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡിസ്കഷനിലേക്കൊക്കെ പോകാം. കാരണം അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാലത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഒരു അസസ്മെൻറ്റിന് ശേഷം എങ്ങനെയാണ് ആ ഒരു റിസ്ക് ഫാൾ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തത കിട്ടും. അത്തരത്തിലൊരു ഗൈഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്താൽ നമ്മുടെ ഹോസ്പിറ്റൽ ആ കാര്യത്തിൽ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു റേറ്റിംഗ് ക്രിയേറ്റ് ചെയ്തെടുക്കുക, സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഹൈ റിസ്ക് പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ. സോ COP16 ഹൈ റിസ്ക് പേഷ്യൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ദ ഓർഗനൈസേഷൻ ഐഡൻറ്റിഫൈസ് ആൻഡ് മാനേജസ് പേഷ്യൻസ് ഹൂ ആർ അറ്റ് എ റിസ്ക് ഓഫ് ഫാൾ.